സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയും ഇതുപോലെയുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ താല്പര്യത്തെ നമുക്ക് മാനിക്കുക എന്നല്ലാതെ, പക്ഷെ പ്രായോഗികമായി ഈ കോടതി വിധി നടപ്പാക്കുക എന്ന് പറയുന്നത് ഫലത്തിൽ പൂരങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആനയില്ലാതെ പൂരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആനയില്ലാതെയും പൂരം നടത്താമെന്ന് പറയാമെങ്കിലും തൃശ്ശൂർ പൂരം പോലെയുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ആനകളുടെ എഴുന്നള്ളിപ്പാണ്. ഇപ്പോൾ കോടതി വിധി അനുസരിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളും ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അത് തൃശ്ശൂർ പൂരത്തെ മാത്രമല്ല, ഇപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള 1465 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ എല്ലാ ഉത്സവങ്ങളും ഈ ഒറ്റ വിധി കൊണ്ട് നടത്താൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ആനകൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂരമായി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വിധി മറികടക്കാൻ ഉതകും വിധത്തിലുള്ള ചട്ടങ്ങളുടെ ഭേദഗതി നടത്താൻ അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരുപക്ഷെ ഇത് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചർച്ച നടത്തി ഇക്കാര്യങ്ങൾക്കൊരു പരിഹാരം കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഈ പൂരങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല. തൃശ്ശൂർ പൂരം ഇപ്പോൾ ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ പൂരം ചടങ്ങായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള കാര്യമാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും വാഹനങ്ങളൊക്കെ നിരോധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തെ നമ്മളിതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയെ നമ്മൾ ഒരിക്കലും ആ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് പരസ്യമായി ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ലെങ്കിലും കോടതി വിധിയെ മറികടക്കാൻ നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. അതിനകത്തൊരു പ്രശ്നം, നാട്ടാന പരിപാലനത്തിൻ്റെ നിയമത്തിലുള്ള ചട്ടത്തിൽ ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾക്കിടയിലുള്ള ഗ്യാപ്പ്, അകലം സംബന്ധിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തത വരുത്തിക്കൊണ്ട് ഈ അകലം സംബന്ധിച്ച് പ്രായോഗികമായ ഒരു ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായ മാർഗം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജയ്പൂരിൽ നടക്കുന്ന എലഫൻറ്റ് പരേഡ് എല്ലാ വർഷവും നടക്കുന്നതാണ്. അവിടെ ഈ അകലം സംബന്ധിച്ച ചട്ടങ്ങളൊന്നും അവിടെ നിലവിലില്ല. ദസറ, മൈസൂരിൽ നടക്കുന്ന ദസറ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആനകൾ എഴുന്നള്ളിക്കുമ്പോഴും ഈ അകലം പാലിക്കണമെന്നുള്ള ചട്ടം അവിടെ ആ സംസ്ഥാനം നിലവിലില്ല. അപ്പോൾ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ജനങ്ങളുടെ സുരക്ഷ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഇക്കാര്യത്തിൽ ആ സുരക്ഷയെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള മുൻകരുതലുകൾ നടത്തി പ്രായോഗികമായ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞാൽ അവിടെ 15 ആന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള തെക്കോട്ടിറക്കം നടത്തുന്നത് 5 മണിക്ക് മുമ്പ്, അവിടെ 5 മണിയോടുകൂടി ആരംഭിക്കുന്നൊരു പരിപാടി. അതിന് മുമ്പ് ആനകൾ എഴുന്നള്ളിച്ചത് റോട്ടിൽ കൂടിയാണ്. അപ്പോൾ അവിടെ 15 ആനകളെ എഴുന്നള്ളിക്കാൻ നമുക്ക് സാധ്യമല്ല. സ്വാഭാവികമായിട്ട് ആനകളുടെ എണ്ണം കുറയും. പിന്നെ ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുന്ന സമയം സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ കഴിയുക? ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ദേവസ്വങ്ങൾക്കും പൂരാഘോഷ കമ്മിറ്റികൾക്കും ജനങ്ങൾക്കും ഇത് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധിയൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ചിലർക്ക് ആയുധം കൊടുക്കുന്നത് പോലെ ആകില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ആളുകൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് തുറന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുന്നത് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഹൈക്കോടതി വിധി
ഈ വരാനിടയാക്കിയിരിക്കുന്ന സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണാൻ നമ്മൾ അടിയന്തരമായി ശ്രമിക്കണം. വി എസ് സുനിൽകുമാറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആന എഴുന്നള്ളിപ്പിനെതിരായ വിധിയിൽ സർക്കാർ ഇടപെടണമെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമുണ്ടാകണമെന്നും ആന എഴുന്നള്ളിപ്പില്ലാതെ കേരളത്തിൽ പൂരങ്ങൾ നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല, അത് തൃശ്ശൂർ പൂരം മാത്രമല്ല മറ്റ് പല പൂരങ്ങളെയും അത് ബാധിക്കുമെന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുമാണ് വി എസ് സുനിൽകുമാർ പറയുന്നത്.